അതായത് ഒരു ബിരിയാണി റൈസ് മാത്രട്ടാ. ഈ ഒരു റൈസ് കോമൺ ആയിട്ട് ഉണ്ടാക്കി വെച്ചാൽ അത് പിന്നെ മട്ടൻ ബിരിയാണി ആക്കാനും ചിക്കൻ ബിരിയാണി ആക്കാനും ബീഫ് ബിരിയാണി ആക്കാനും ഒക്കെ പറ്റണ ഒരു റൈസ്. ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഫുള്ളായിട്ട് കാണാട്ടാ. ഒരു ഉരുളിയോ അടികട്ടിയുള്ള ഏതെങ്കിലും പാത്രമോ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ അതിൽ കുറച്ച് സവാള പൊരിച്ചെടുത്തതിൻ്റെ എണ്ണ അതിൽ തന്നെ നിർത്തിയിട്ട് ഒരു 50 ml, പിന്നെ ഒരു 50 ml നെയ്യും കൂടെ ഒഴിക്കാലേക്ക് ഓൾ സ്പൈസസ് ആണ് ഇട്ട് കൊടുക്കുക. അതായത് ഏലം ഗ്രാമ്പു പട്ട സാധനങ്ങളെല്ലാം കൂടെ. പിന്നെ അതിലേക്ക് ഇതാ ഒരു സവാള, ഒരു വലിയ സവാള അരിഞ്ഞത് മൊത്തമായിട്ട് ഇട്ട് കൊടുത്ത്, ഒരു ക്യാരറ്റ് അരിഞ്ഞത് ഇട്ട് കൊടുത്ത്, പിന്നെ അതിൽ കിട്ടുന്ന ഇല എന്ന് പറഞ്ഞാൽ സർവ്വസുഗന്ധി എന്ന് പറഞ്ഞ സാധനം കേട്ടോ. സർവ്വസുഗന്ധിയുടെ ഇല അടിപൊളി ഒരു ഫ്ലേവർ വരുമായിരിക്കും. പിന്നെ അതാ നമ്മളേക്ക് അതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്നിട്ട് വാടി വരുമ്പോഴേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ ഈ പാത്രത്തിന് ഒരു പാത്രം അരിയാണ് അളന്നിക്കുന്നുണ്ടെങ്കിൽ ഈ കുറഞ്ഞ അളവൊക്കെ ഈ കോല റൈസ് ആകുമ്പോൾ 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പാകത്തിന് വെന്തിട്ടുണ്ട് കിട്ടും. കൂടുതൽ അളവൊക്കെ ആണെങ്കിൽ 1:1.5 ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇതായിരിക്കും ഒരു 2 പച്ചമുളക് കീറിയത്, ഒരല്പം മല്ലിയിലും പുതിനയിലും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പ്രധാനപ്പെട്ട ഒരു സാധനം ഇട്ടത് ടൈഗർ ബിരിയാണിയുടെ എസൻസ്. ടൈഗറിൻ്റെ എസൻസ് തന്നെ ഇടണം. ഇത് നമ്മളെ ഗരം മസാലയാണ്, അത് ഇതിലിടേണ്ട സാധനമല്ല കേട്ടോ, വെറുതെ ഒന്ന് കാണിച്ചാണ് അതിൻ്റെ ഇടയിൽ കൂടി. എന്നിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഈ ടൈഗർ ബിരിയാണിയുടെ എസൻസ് നമ്മൾ ഒരു 2-3 തുള്ളി ഇറ്റിച്ചാൽ കേട്ടോ 1 കിലോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ. എന്നിട്ട് നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കിയ അരി വെള്ളം വാർത്തതിൻ്റെ ശേഷം ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ ഇട്ടൊക്കെ കഴുകിയതിൻ്റെ ശേഷം എന്നിട്ട് അത് ഈ തിളച്ച് വരുമ്പോൾ അതിലേക്കാണ്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക, അരി പൊട്ടാതെ ഇളക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇതുപോലെ വറ്റി വരുമ്പോൾ ഈ മേലത്തെ റൈസൊക്കെ ഒന്ന് അടിയിക്കായി വരുന്ന രീതിയിൽ ഒന്നും കൂടെ ഇങ്ങനെ ഇളക്കി മറിച്ച് കൊടുക്കുക. എന്നിട്ട് വെള്ളതാ മേലേക്ക് ഇങ്ങനെ വരാത്തൊരു ലെവൽ വരുമ്പോൾ അതിൻ്റെ മേലെ കൂടി പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ടാണ്ട് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മേലെ കൂടി ഒരല്പം നെയ്യിട്ടാ, ഒരല്പം മതി, 2 സ്പൂണൊറ്റ മതി. എന്നിട്ട് അവിടെ അടച്ച് വെക്കുക, ലോ ഫ്ലെയിമിലാക്കുക. ഒരു 15 മിനിറ്റ് മതി കേട്ടോ. 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച ഈ സാധനം പാകത്തിന് വന്നിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ ഓഫാക്കിയതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ കൂടിയ സവാള പൊരിച്ചതും കറിവേപ്പില പൊരിച്ചതും അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാ സാധനവും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ ഇളക്കി മറിക്കുക തന്നെ, നല്ല ഇളക്കി മറിച്ചിട്ട്. പിന്നെ ഏത് മസാലയുടെ കൂടിയും കൂട്ടി കഴിക്കട്ടത്